ക്യാരറ്റ് ഒരയ്ക്കുക, ബീട്രൂട്ട് ഒരയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്നെ വരച്ചെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ക്ഷമ ചോദിക്കാം ധൈര്യം ഉണ്ടെങ്കിൽ. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നല്ലോ. എനിക്കും കുഴപ്പമില്ലാണ്ട് പോകുന്നു. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ഈ വർഷത്തെ ഒരു പ്രാരംഭ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ നമ്മുടെ നഖത്തിലൊന്നും വലിയ ചിത്രപ്പണിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. നമ്മളൊരു വ്ളോഗ് ചെയ്തിരുന്നു, നമ്മുടെ നെയിൽ ആർട്ടിൻ്റെ ഒരു വ്ളോഗ്. അത് കണ്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. വളരെ രസകരമായൊരു വ്ളോഗായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളുടെ രാഖിയാണ് അന്ന് ആ വ്ളോഗ് ചെയ്തത്. നെയിൽസ് ബൈ രാഖി എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, അന്ന് ഒരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വളരെ ഫേമസ് ആയി ഒത്തിരി എന്താ പറയുക അവാർഡ്സും ഗിന്നസ് ബുക്കിലൊക്കെ കയറിയ ഒരു നെയിൽ ആർട്ടിസ്റ്റ് ആണ് രാഖി. അപ്പോൾ രാഖിയുടെ ഒരു നെയിൽസ് ബൈ രാഖി എന്ന് പറഞ്ഞ പ്രീമിയം നെയിൽ ആർട്ട് സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു. അത് കത്രിക്കടവിലാണ്. ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ട്. ഇനോഗ്രേഷനൊക്കെ വിളിച്ച പക്ഷെ പോകാൻ പറ്റിയില്ല. എന്താ സോറി. അപ്പോൾ ഞാൻ വിചാരിച്ചു 2024 അല്ലേ, എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? രാഖിയുടെ ആ നെയിൽ ആർട്ട് സ്റ്റുഡിയോയും ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളുടെ ഈ മുഖ സൗന്ദര്യം മാത്രം പോരല്ലോ, നഖ സൗന്ദര്യവും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. രാഖിയുടെ സ്റ്റുഡിയോയിലോട്ട് പോയാലോ? കാമോൺ, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എന്തൊക്കെയാണ് വിശേഷമെന്ന്. അങ്ങനെ ഞങ്ങൾ പടി കയറി നെയിൽസ് ബൈ രാഖിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും രാഖിയും കാണാം, പുതിയ സ്റ്റുഡിയോയും കാണാം. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് തന്നെ കയറാം. ഹലോ ചേച്ചി. യെസ് ഹാപ്പി ന്യൂ ഇയർ. അതായത് 2023 തുടങ്ങിയ നെയിൽ ആർട്ട് സ്റ്റുഡിയോ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ വന്ന് കാണുന്നത് അല്ലേ? സാരില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റുഡിയോ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പം നമ്മുടെ പഴയ നെയിൽസിന്റെ റിമൂവറിന്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സ്മെല്ല്, എനിക്കിഷ്ടമാണ്. ഇവിടെ നമുക്ക് എത്ര ഇതുണ്ട് റൂംസ് ചേച്ചി? അവിടെ അക്കാഡമിയാണ് കംപ്ലീറ്റ് ആയിട്ട്. അതിന്റെ ഓഫീസ് റൂം, ഇവിടെ വർക്ക് സ്റ്റേഷൻ. കണ്ടോട്ടെ ഞങ്ങൾ. ഇവിടെ പെഡിക്യൂർ സെക്ഷൻ, ഇവിടെ പെഡിക്യൂർ സെക്ഷനാണ്. ഇവിടെ എല്ലാം പെഡിക്യൂർ മാനിക്യൂർ എല്ലാം ഫുൾ നഖത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ. എനിക്കൊന്നും ഇവിടെ കൊച്ചിയിൽ ഇല്ലാന്ന് തോന്നുന്നല്ലേ? അല്ല ചേച്ചി, ഇവിടെ വേറെ ഉണ്ടോ? ഓക്കെ. ഇതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ നഖത്തിന് മാത്രം, മുഖ സൗന്ദര്യം മാത്രം പോരാ, നഖത്തിനും സൗന്ദര്യമാണ്. നഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫുള്ളി സ്റ്റുഡിയോ ആണ്. നമുക്ക് അക്കാഡമിയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അക്കാഡമിയിൽ ഓൾറെഡി 58 ബാച്ച് കഴിഞ്ഞു. ഇനി 59ാമത്തെ ബാച്ചാണ് അടുത്തത്. 58 ബാച്ചോ ടീച്ചർ? അപ്പൊ എനിക്ക് തോന്നുന്നു കൊച്ചിയിലേന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാര് നഖത്തിലേക്ക് റെഡി ആയിട്ടുണ്ട്. രാഖിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളും കൂടെ ആട്ടോ. നമ്മുടെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഏഷ്യ റെക്കോർഡ്, പിന്നെ എന്തൊക്കെയോ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകാരമൊന്നുമില്ല കേട്ടോ. പക്ഷെ വളരെ ഞാൻ പറയായിരുന്നു, ഞാൻ ഒട്ടും നഖത്തിനെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ നമ്മുടെ വ്ളോഗിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, അയ്യോ എന്നിട്ട് എന്ത് ഫിക്സ് ചെയ്തില്ലേ? ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ നമ്മുടെ പരിപാടി? ചേച്ചിക്ക് എന്നാ ആദ്യം പെഡിക്യൂർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നെയിൽസ് ഫിക്സ് ചെയ്യും. കാലില് ജെൽ പോളിഷ്. പിന്നല്ല, തകർക്കും. ഞാൻ ഇതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വിനീത ഓപ്പറേഷൻ മാസ്ക് ഒക്കെ ആയിട്ട് കുറേ സാധന സാമഗ്രികളും കത്തിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. ആദ്യം കാല് വൃത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. വൃത്തികേടാണ് കാല്. അപ്പോൾ നമുക്ക് ആദ്യം കാല് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് കിടക്കുന്നത്. നോർമൽ പെഡിക്യൂറാണ്. വിനീത കുറച്ച് കഷ്ടപ്പെടും. അതായത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടിടാൻ മടിയുള്ളത് കൊണ്ട് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് അതൊരു 10 കോട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ സ്ക്രേപ്പറൊക്കെ ഇല്ലേ, നമ്മൾ ക്യാരറ്റ് ഒരയ്ക്കുക, ബീട്രൂട്ട് ഒരയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്നെ വരച്ചെടുത്തുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, എൻ്റെ ചെളി ഇറക്കുന്നത്.
ഒരുപാടുണ്ടാവും കേട്ടോ. 2022 മുഴുവൻ വരച്ചെടുക്കരുത് കേട്ടോ, കുറച്ചുകൂടെ മിച്ചം വെച്ചേക്കണം. അവസാനം ക്യാരറ്റെല്ലാം വരച്ചൊരച്ചൊരച്ച് അമ്മ ഇത്ര ഉള്ള കഷ്ണാക്കുന്ന പോലെ കാലം വരച്ചൊരച്ചൊരച്ചത്. ഡാൻസൊക്കെ കളിക്കണ്ട, ഇച്ചിരി തരണേ. അതിൽ പോവില്ല, ഇച്ചിരും കൂടെ വലുതെടുത്തു സോഫ്റ്റ് ആക്കാനാ. ഞാൻ ചുമ്മാ എന്തെങ്കിലും പറയുന്ന കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത്, പിണങ്ങരുത് കേട്ടോ. ഒന്നാമത് മാസ്ക് വെച്ചിരിക്കുന്നോണ്ട് ആളെ കണ്ടിട്ടില്ല. വെളിയിൽ നിന്ന് അങ്ങനെ ഒരു ഇരുട്ടടി കിട്ടിയാൽ അറിയത്തോലും ഇല്ല ആരടിക്കുന്നെന്ന്. ഞാൻ എന്തായാലും നോക്കിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ കുട്ടിയെ കുളിപ്പിച്ച് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കാലിന്. ഇപ്പം ഇതെന്താ മസാജാണ്. അത് നല്ല സുഖമുള്ള പരിപാടി കേട്ടോ. ഈ കാണുന്നോലല്ല കേട്ടോ, നല്ല ആരോഗ്യമുണ്ടേ. ഒരു പിടുത്തമൊക്കെ പിടിച്ചിട്ട് ഇച്ചിരി അങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കും എൻ്റെ കാല്. പക്ഷെ കൊള്ളാട്ടോ, നല്ല സുഖമുണ്ടേ. ശരി ഇടിക്കുന്നുണ്ട് കേട്ടോ, ദേഷ്യം മുഴുവൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ക്ഷമ ചോദിച്ച. ഇതൊക്കെ പഠിച്ചിട്ട് വേണം കിഷോറേട്ടനെ വീട്ടിൽ പോയി പരീക്ഷിക്കാൻ. വീഡിയോ ഒക്കെ കൊടുത്ത് ഞാൻ നേരത്തെ പഠിക്കേണ്ടതായിരുന്നു. ഞങ്ങളൊരു പെഡിക്യൂർ വീഡിയോ ഒക്കെ ചെയ്തു കേട്ടോ ഞങ്ങളുടെ വ്ളോഗിൽ. കിഷോറേട്ടനെ ഞാൻ പെഡിക്യൂർ ചെയ്തു, പക്ഷെ ഈ ഇടി ഞാൻ മറന്നുപോയി. അടുത്ത പ്രാവശ്യം നല്ല ഇടി കൊടുക്കും. ഇന്ന് വരാഞ്ഞ കാര്യമായി. ഈ യുദ്ധമുറകളൊക്കെ ഞാൻ മാത്രമല്ലേ പഠിക്കുള്ളൂ. പലതരം ഇടികളാണ്, കുനിച്ചിട്ട് ചെരിച്ചിട്ട് നിവർത്തി വെച്ച്. അടി മാത്രമല്ല പിച്ചും ഉണ്ട്. ആദ്യം തടവിയത് അടിക്കാനായിരുന്നു കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇടിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചേച്ചിക്കൊരു കുറ്റബോധം തോന്നി. എന്നോട് പറഞ്ഞ പാക്ക് ഇടാം. എന്ത് പാക്കായത്? ഡീറ്റാൻ. ഓക്കെ. അത് കൊള്ളാം, ഇച്ചിരി തണുപ്പൊക്കെ. ഡീറ്റാൻ പാക്ക് ഇടുവാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഡീറ്റാൻ പാക്ക് 10 മിനിറ്റ് വെച്ചു. നമ്മളൊന്ന് കഴുകി കളയുവാണേ. നോക്കാം വെട്ടി വിളങ്ങുന്നുണ്ടോ, തിളങ്ങുന്നു. ഒന്നുമില്ല, ഇതുപോലെ ദിവസം തേച്ചരച്ച് കഴിക്കാൻ. ഡീറ്റാനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി മണൽ ഖനനമാണ്. എൻ്റെ ഇടയിലിരിക്കുന്ന ചെളിയും മണ്ണുമൊക്കെ കൂത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏയ് നല്ല സുഖം. അതിൻ്റെ ഇടയ്ക്കിട്ട് കുത്തിയിട്ട് വേദന. കുഴപ്പമില്ല കേട്ടോ, കുത്തിക്കോ, അത് പ്രശ്നമില്ല. കാരണം നമ്മൾ ഈ ഡാൻസുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം അൽത്തയിടും. ഈ നമ്മൾ ഡാൻസിന് ഈ ചുമന്ന കളറിലെ പെയിൻറ്റ് ഉണ്ടല്ലോ, അത് ഈ നഖത്തിൽ പറ്റിയാൽ നമുക്ക് പോകാൻ വലിയ പാടാണ്. അപ്പം അത് നമ്മൾ കാണുമ്പോൾ ആയിരിക്കും നഖം ഒന്ന് ചൊറു പിടിച്ച പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് വളരുന്നതനുസരിച്ച് അത് മുകളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. ശരിക്കും ഒരു ഓപ്പറേഷൻ പോലെ തന്നെയാണ് കേട്ടോ. കുത്തി കെട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്, കുത്തൊക്കെ ഉണ്ട്. ഇത്രയുള്ള കാര്യം. ഓപ്പറേഷൻ സക്സസ്ഫുൾ. ആ മാസ്ക് മാറി. ഇനി ആളെ കാണിച്ചു കൊടുക്കണം. കാരണം എന്നെ ഇത്ര അടി അടിച്ചിട്ട് എൻ്റെ അക്ഷരം മിണ്ടാതിരിക്കാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മളെ കാലിൻ്റെ പെഡിക്യൂറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കയ്യിൽ നെയിൽ എക്സ്റ്റൻഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്തു തരുന്നത് മിസ്റ്റർ ആകാശാണ്. ഹായ് ആകാശ്. നമ്മൾ ഭീകര വലുതൊന്നും വേണ്ട, നോർമൽ ലെങ്ത് മതി. അപ്പം ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കുക. കിतना टाइम लगेगा अभी? 1.5 hours. ठीक है. അപ്പം ഈ കയ്യിലുള്ള നഖം എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല കുട്ടപ്പയാക്കി നെയിൽ പോളിഷൊക്കെ ഇട്ട് തരും. ഇത് കണ്ടോ ബോസ്?
ഇങ്ങനെയല്ല കേട്ടോ, അയ്യോ, ഇത് പ്രാരംഭം മാത്രമായിട്ടുള്ളൂ. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഫില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ചൊറിയ നല്ല സുഖം. കഥകളിക്കാരിങ്ങനെ ഇടും, നമ്മളെ നഖം എന്ന് പറയും. അത് കുറച്ച് സിൽവർ കളറാണ്. ആരെങ്കിലുമൊക്കെ മാന്തണമെങ്കിൽ പൊടിഞ്ഞു പോകാതെ നോക്കണം, അതാണ് പാട്. ഇത്രയും നീളത്തിലൊക്കെ നഖം വെച്ച് കിടക്കുന്നവരെ സംഭവിക്കണം കേട്ടോ. ഡ്രാക്കുള അല്ലേ? ആണ്, ഡ്രാക്കുള എങ്ങനെയാണ് നഖം വളർത്തുന്നത്? ഇത് കിतना ടൈം റുക്കേക്കായി? 1 month. 35 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലും ഒക്കെ ഇച്ചിരി കടുക്കും. അങ്ങനെ 2 കൈയിലും നമ്മൾ നഖം ഒട്ടിച്ചിരിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളിനി ഇതിൽ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ചെയ്ത് നെയിൽ പോളിഷ് ചെയ്താൽ സെലക്ട് ചെയ്താൽ കേട്ടോ ഈ കളറാണ്. കാരണം ലൈറ്റ് കളറ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അത് സ്റ്റെയിൻ വരും എന്ന് പറഞ്ഞു. മഞ്ഞപ്പൊടിയും അതിൻ്റെയൊക്കെ കളറ് വരത്തില്ലേ. ആ പൊട്ടി കഴിഞ്ഞ ഇതിപ്പോൾ നമ്മളൊരു സ്ക്വയർ ഷേപ്പാണ് ഇത് വെട്ടിക്കഴിഞ്ഞപ്പം. പക്ഷെ ഇനി നമ്മളത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കും. അങ്ങനെ ഈ ഷേപ്പ് നമ്മൾ ഫൈനൽ ചെയ്ത് കണ്ട ഇതിനേക്കാളും നമുക്ക് ഈ റൗണ്ട് ഷേപ്പാണ് കുറച്ചും കൂടെ നമുക്ക് ക്യാരി ചെയ്യാനും എളുപ്പം. അധികം യെസ്, ഈ ഫൈനൽ. ഇത് ആർഷ കാലെടുത്തു, ആകാശ് കയ്യും എടുത്തു, ഞാൻ നക്ഷത്രം എണ്ണു എന്നുള്ളതാ. 2 പേരും കൂടെ. ഇത് പക്ഷേ ഇതിൽ നെയിൽസിൽ നമ്മുടെ ഒറിജിനൽ നെയിൽസിലാണ് ചെയ്യുന്നത് കാലിൽ. കാരണം നമ്മൾ ഡാൻസ് കളിക്കുന്നതായതുകൊണ്ട് എവിടെയെങ്കിലും തട്ടോ ഈ നെയിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് കയ്യിൽ മാത്രമേ നമ്മൾ നെയിൽസ് ഫിക്സ് ചെയ്യുന്നുള്ളൂ. മറ്റത് നമ്മൾ ജെൽ പോളിഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ടോ? അതിൻ്റെ ഭംഗി അറിയാൻ പോകുന്നത് നാളെയാണ്. കുളിക്കുമ്പോഴും ചൊറിയുമ്പോഴൊക്കെ വെൽഡിങ് പരിപാടി പോലെ ഇവിടെ ഡ്രിൽ തരിപ്പുണ്ട് കേട്ടോ. മൈൻഡ് ചെയ്യുന്നില്ല ആന്ന്. തരിപ്പുണ്ടാവും. ഇപ്പം നമ്മൾ ഈ നെയിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, പകുതിക്കുന്ന ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം അത് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അക്രിലിക് പൗഡർ വെച്ചിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. ആകാശ് ആ പണിപ്പുരയിലേക്ക് കിടക്കുകയാണ്. അതായത് മറ്റത് കമ്പി കെട്ടി ഇനി മെറ്റലുമൊക്കെ ഇട്ട് അങ്ങ് വാർക്കുക. ഞാനങ്ങാൻ പാടില്ല അവിടെ നിന്ന്. നമ്മളങ്ങനെ കളർ സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ഈ കളറാണ് നമ്മൾ ഇടുന്നത്. പക്ഷെ ഒരു വിരലിൽ ഗ്ലിറ്റർ, ഒരു സിൽവറിഷ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്ററാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നോക്കിയേ, ആദ്യം വന്ന വിരലുകളും ഈ വിരലുകളുമായിട്ട് എന്തൊരു വ്യത്യാസമല്ല, എന്തൊരു വൃത്തി. ഈശ്വര, എൻ്റെ കൈ തന്നെയാണോ ഇത്? നല്ല രസമുണ്ട്. താങ്ക് യു ആകാശ് ജി. ഈ ഒരു നമ്മളൊരു 1-1.5 മണിക്കൂർ എടുത്തു ഇത് ഇത്രയും ശരിയാക്കി എടുക്കാൻ. ഞാൻ പറയാറുള്ളത്, നമ്മൾ ചിലപ്പം ഒക്കേഷണലി വെഡിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ നമ്മൾ വെക്കും. പക്ഷെ കിतना ടൈം ഈ രേഖ? 35 days. ഒരു 35 ദിവസം എന്തായാലും ഇത് പോവില്ല. പിന്നെ ഇനി നിങ്ങൾക്കത് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടെങ്കിൽ റിമൂവ് ചെയ്തും കളയാം, അല്ലേ? ഈ റിമൂവ് के लिए कितना टाइम लगेगा? ഹാഫ് ആൻ അവർ, 1/2 മണിക്കൂർ മതി. 1.5 മണിക്കൂർ എടുത്ത് പാവം കഷ്ടപ്പെട്ടതാ. 1/2 മണിക്കൂർ കൊണ്ട് ഇത് പറിച്ച് കളയരുത് പ്ലീസ്. 35 ദിവസം ഞാനിത് ഇവിടെ വെക്കാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടുണ്ട്. കാലിലും നമ്മൾ കാലിൽ വെറുതെ നെയിൽ പോളിഷ് ഇട്ടിട്ടേ ഉള്ളൂ. നല്ല രസമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ കളർ കിട്ടിയിട്ടുണ്ട്. മുഖം മിനുക്കുന്നതിനോടൊപ്പം നഖം മിനുക്കി കുട്ടപ്പയാക്കിയിട്ടുണ്ട്.
ഇനി രാഖിയെ കണ്ടിട്ട് വരാം, മെയിൻ മുതലാളിയെ കാണട്ടെ. അങ്ങനെ നമ്മൾ നെയിൽ ആർട്ട് ഇപ്പം തീർന്നിരിക്കുകയാണ്. താങ്ക് യു രാഖി, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഭയങ്കര ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ അകത്ത് പൂവൊക്കെ വരച്ച് ഭയങ്കര ആർഭാടമായിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇത്തവണ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ വളരെ സ്വീറ്റ് ഹാർട്ട്സ് ആണ്. ഇപ്പോൾ എല്ലാവരും നമ്മളെ അറ്റൻഡ് ചെയ്തവർ മാത്രമല്ല കേട്ടോ, ഇവിടെ ഉള്ള ബാക്കിയുള്ളവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ 1.5 മണിക്കൂർ. എല്ലാവരും വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ സ്വീറ്റ് ഹാർട്ടായിട്ടുമുള്ള ആൾക്കാരാണ്, നല്ല കസ്റ്റമർ ഫ്രണ്ട്ലിയും കൂടെയാണ്. അപ്പം ഞാൻ വേറെ നമ്മളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി, ഓഡിയൻസിനുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ഇതെങ്ങനെയാണിത് കോസ്റ്റ് വരുന്നത്? 3500 ആണ് ചേച്ചി ഇങ്ങനത്തെ ഒരു ഫുൾ സെറ്റ് ചെയ്യുന്നതിന്. പ്ലസ് അതിന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ വർക്ക് ആണെങ്കിൽ അപ് ടു 500 റുപ്പീസ് വരെ വരും. സോ ടോട്ടൽ വിൽ ബി 4000 വരും. കാലും ഒക്കെ ചെയ്യണം, കാലും അതേ റേറ്റ്, സെയിം റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ വെഡിങ്ങിനൊക്കെ ആരെങ്കിലും ഒക്കെ വരാനുണ്ട്, ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് നെയിൽസ് ബൈ രാഖി. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ 1.5 വർഷത്തെ വ്ളോഗിങ് ജീവിതത്തിൽ എൻ്റെ ഒരു 2ാമത്തെ വിസിറ്റാണ്. പക്ഷെ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 2-3 പ്രാവശ്യം ഞാൻ രാഖിയെ കൺസൾട്ട് ചെയ്തിരുന്നു. നെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ചെറുതാക്കാനും പറിച്ചു കളയാനും ഒക്കെ ഞാൻ വന്നിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു അഷുറൻസ് തരാനുള്ളത് 100% വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ പ്ലീസ് ഡു വിസിറ്റ്. ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെ കൺസേൺ ആണ്, ചിലർ വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമോ. എനിക്ക് ആദ്യം വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പാത്രം കഴുകുമ്പോൾ പ്രശ്നമുണ്ടോ, കുളിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പം അതിനനുസരിച്ചുള്ള നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഷേപ്പിലാക്കി തരും. അപ്പം നമുക്ക് ഒത്തിരി നീളം വേണ്ട ചെറുതാക്കി ചെയ്യാം. ഇനി നെയിൽസിൽ തന്നെ, നമ്മുടെ നെയിൽസിൽ തന്നെ ചെയ്ത് തരണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. പക്ഷെ അതിലൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാതെ ഓൺ നെയിൽസിൽ ചെയ്താൽ ഈ പറഞ്ഞ ദിവസം 30 ഡേയ്സ് എന്നുള്ളത് നിൽക്കും. പ്ലസ് അത് നമ്മൾ വെള്ളം ഒരുപാട് യൂസ്, അതായത് ഇപ്പം ഈ കടൽ വെള്ളം, ഉപ്പ് വെള്ളം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് റിമൂവ് ആവുള്ളൂ. അല്ലാത്ത പക്ഷെ അത് റിമൂവൽസ് വളരെ കുറവാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്ത് അത് മാത്രം നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പം ഇതുപോലെയുള്ള കണ്ടന്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, നമ്മളും അതിനനുസരിച്ച് കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.